Hello everyone, welcome to lesson 3.06 in Indian financial system. This class will be a continuation of the previous lesson in which we discussed various factors influencing the growth of financial services. We have discussed about, I think, 8 points in the previous lesson. As a continuation, we will deal with another set of, say, 7 to 8 points in this lesson B. So, the ninth point, or the ninth factor which has influenced the growth of financial services is incentives for innovation. നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെയ്യുന്ന ഒരു പുതിയ രീതി ഇതിനാണ് നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേക പ്രതിസന്ധി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക റോഡ് ബ്ലോക്ക് നമ്മൾ ഫേസ് ചെയ്യുമ്പോഴോ ആണ് നമ്മൾ ഇന്നോവേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. സോ റൈസിംഗ് ഫ്യൂവൽ കോസ്റ്റ് ഹാവ് ലെഡ് us to innovate into using solar energy. അപ്പോൾ ഒരു പ്രശ്നമാണ്, ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടാണ് പലപ്പോഴും നമുക്ക് ഇന്നോവേഷൻ കടന്നു വരുന്നത്. ദ സെയിം തിങ് ഹോൾഡ്സ് ട്രൂ ഫോർ ഫിനാൻഷ്യൽ സർവീസസ് ഓൾസോ. ഫിനാൻഷ്യൽ സർവീസസ്, പല ഫിനാൻഷ്യൽ സർവീസസിന്റെയും പുറകിലുള്ള ഒരു ഐഡിയോളജി അല്ലെങ്കിൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ, ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ്, ഒരു ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ആയിട്ടാണ് ചില ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻസെന്റീവ്സ് ഫോർ ഇന്നോവേഷൻ, അതായത് നമ്മൾ ഇന്നോവേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇന്നോവേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്, അതിനെയാണ് നമ്മൾ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. സോ ഇൻസെന്റീവ്സ് ക്യാൻ ബി പോസിറ്റീവ്, ഇൻസെന്റീവ്സ് ക്യാൻ ബി നെഗറ്റീവ്. നമുക്കൊരു പ്രശ്നം ഉണ്ട്, അതിനെ മറികടക്കാൻ നമ്മൾ ഇന്നോവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഇൻസെന്റീവ്. നമുക്ക് പോസിറ്റീവ്, നമുക്ക് എന്തോ പുതിയ കാര്യം നല്ലത് നേടാനുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവ് ഇൻസെന്റീവ് എന്ന് പറയും. സോ ഇൻസെന്റീവ്സ് ഫോർ ഇന്നോവേഷൻ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ഇൻസെന്റീവ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗവൺമെന്റിന്റെ കൺട്രോൾ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രോങ് ബിസിനസ് പ്ലേയേഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഗവൺമെന്റിന്റെ കൺട്രോൾ എന്ന് പറയുമ്പോൾ, സേ ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് നിങ്ങൾക്ക് ഒരു രാജ്യത്ത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളൊരു പുതിയ ബിസിനസ് ആരംഭിക്കണമെങ്കിൽ, പുതിയ കമ്പനികൾക്ക് വിദേശ നിക്ഷേപം ഒരു പുതിയ വെഞ്ചറിൽ ഒരു ഫോറിൻ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. സേ സ്റ്റാർട്ടിംഗ് ഫ്രം ദിസ് മന്ത് October 2020, ന്യൂ കമ്പനീസ് ഇൻ ഇന്ത്യ cannot claim foreign investment, അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് cannot take stake in Indian companies എന്നൊരു നിയമം ഗവൺമെന്റ്, assume for a moment, ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു നിയമം നിലവിലുണ്ട് വിത്ത് ചൈനീസ് കമ്പനീസിന് അങ്ങനെ ഒരു നിയമം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിലുണ്ട്. സോ സപ്പോസ് യു ടേക്ക് എ സിറ്റുവേഷൻ വേർ the government brings out a rule that no new company registered in India from October 2020 shall have a foreign investment without the government's control എന്നൊരു റൂൾ വന്നിരുന്നു എന്ന് വിചാരിക്കുക. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗവൺമെന്റൽ കൺട്രോൾ, ഗവൺമെന്റൽ നിയമം വെച്ചിരിക്കുന്നു. അപ്പോൾ സോ ഹൗ ഡു യു ഓവർകം ദിസ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ഗെറ്റ് ഇൻ ടു ടച്ച് വിത്ത് എ മർച്ചന്റ് ബാങ്കർ, അല്ലെങ്കിൽ യു ഗെറ്റ് ഇൻ ടു ടച്ച് വിത്ത് എ പേഴ്സൺ ഹു സ്പെഷ്യലൈസസ് ഇൻ ഫോറിൻ ട്രാൻസാക്ഷൻസ്, ഫോറിൻ കോർപ്പറേറ്റ് ട്രാൻസാക്ഷൻസ്, or you get in touch with an attorney, a set of attorneys, legal advisors, etc. Whereല്ലാം, remember, all these people are offering financial services, right? How they give you a suggestion. What is the suggestion? They tell you, see, the government rule says new companies cannot have foreign investment. The government does not say that existing companies in India cannot sell their stake to foreign companies. നിലവിലുള്ള ഒരു ഇന്ത്യൻ കമ്പനി, you pick up a stake and let that Indian company invest in your new venture. കുറച്ച് വളഞ്ഞു ചുറ്റിയ പരിപാടിയാണ്, പക്ഷെ അതും നമുക്ക് പറഞ്ഞു തരാൻ ഒരു ആൾ വേണം. അപ്പൊ ഈ ഒരു കാര്യം ചിന്തിക്കാൻ നമുക്ക് ഇടവരുന്നതുകൊണ്ട് നേരിട്ട് ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, ഗവൺമെന്റിന്റെ റൂളാണ്. ഗ്രേറ്റ്, യു ഹാവ് ടു ഫോളോ ബൈ ഗവൺമെന്റ് റൂൾസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ പിന്നെയുള്ള സൊല്യൂഷൻ എന്താണ്? പിന്നെയുള്ള സൊല്യൂഷനാണ് നിങ്ങൾ നിലവിലുള്ള ഒരു ഇന്ത്യൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇന്ത്യൻ കമ്പനിയിലൂടെ നിങ്ങളുടെ പുതിയ വെഞ്ചറിന് നിങ്ങൾക്ക് സ്റ്റേക്ക് പിക്കപ്പ് ചെയ്യുക. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് an innovation which is being created out of necessity. ഒരു പ്രത്യേക സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇന്നോവേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ. ഫിനാൻഷ്യൽ സർവീസ് വരുന്നുണ്ട്, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള അഡ്വൈസ് വേണ്ടി വരുന്നു. ഇവിടെ ഒരു ഫിനാൻഷ്യൽ സർവീസ് ആണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷനിൽ വരുന്ന
മറിച്ച് അഡ്വൈസ് ഒരു ഫിനാൻഷ്യൽ സർവീസ് ആണ്. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അത് കാണും. അഡ്വൈസ് ഓൺ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ഒരു ഫിനാൻഷ്യൽ സർവീസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ സർവീസ് നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. ഇതൊരു നെഗറ്റീവ് ഇൻസെന്റീവ് ഹാസ് ബീൻ ടേൺഡ് ഇൻ ടു എ സോഴ്സ് ഓഫ് ഇന്നോവേഷൻ. ഇനി അതല്ലെങ്കിൽ സ്ട്രോങ് ബിസിനസ് പ്ലെയേഴ്സ്, എക്സിസ്റ്റിംഗ് സ്ട്രോങ് ബിസിനസ് പ്ലെയേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് കൂടിയേ തീരും. സപ്പോസ് you have a very strong, say, let us take for example, you have a very strong health insurance provider. ഒരു വളരെ സ്ട്രോങ് ആയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സർവീസ് പ്രൊവൈഡർ ഉണ്ട് എന്ന് വിചാരിക്കുക. യു ടേക്ക് ഫോർ എക്സാമ്പിൾ മാക്സ് ഹെൽത്ത് കെയർ. സോ മാക്സ് ഹെൽത്ത് കെയർ ഇസ് എ വെരി സ്ട്രോങ് ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ. സോ മാക്സ് ഹെൽത്ത് കെയർ അല്ല, മാക്സ് ഇൻഷുറൻസ് ഇസ് എ വെരി സ്ട്രോങ് പ്ലെയർ ഇൻ the health insurance sector in India. They have about 90% market share. They are very strong. So as a new entrant, you are also entering into the health insurance sector. So what do? നിങ്ങൾ എന്തൊക്കെ ഓഫർ ചെയ്താലും യു ആർ അണേബിൾ ടു ബീറ്റ് മാക്സ്. 90% മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ വിൽ ക്രഷ് യു. സോ യു ഹാവ് ടു ഇന്നോവേറ്റ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന പോളിസികളിൽ യു ക്രിയേറ്റ് ഇന്നോവേഷൻസ് അറൗണ്ട് യുവർ ന്യൂ പോളിസി. യു ആർ സെയിങ് ഞങ്ങളുടെ പോളിസി എടുത്തു കഴിഞ്ഞാൽ 4 വർഷത്തിൽ ആദ്യത്തെ 4 വർഷത്തിന് ശേഷം 4 years ആണ്, 48 months ആണ് സാധാരണ ഏത് ലൈഫുമായി ബന്ധപ്പെട്ട ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള പോളിസികൾക്കുള്ള ഒരു വിൻഡോ പീരിയഡ്. എക്സ്ക്യൂസ്. I'm sorry. So after 4 years, when you are completing a window period, after 48 months, every year you will get a free checkup at any of the listed hospitals. We will pick up the bill for that. This is an innovation. Matte company, Max, for example, I am just giving you a random example. It can be Max, it can be Star, it can be Apollo Munich, it can be Religare, it can be anyone. ABC Insurance Company is a giant in the market. He is holding tremendous market share. When you are entering as a new player into the same market, in order to capture a reasonable amount of business, you need to innovate. അതിലൊരു ഇന്നോവേഷൻ ഞാൻ പറഞ്ഞത്, യു ആർ ഓഫറിംഗ് ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് അറ്റ് എൻ എംപാനൽഡ് ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ ഗുഡ് ഹോസ്പിറ്റൽസ് ഫ്രം ദ 4th year of insurance onwards. So naturally people will think about enrolling with you. So you can in turn tie up with that hospital saying that whatever cases your company gets, you can enter into tie up with those hospitals saying that these hospitals will be part of your cashless hospitalization network. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ യു ആർ ക്രിയേറ്റിംഗ് എ സോർട്ട് ഓഫ് ന്യൂ ഇൻസെന്റീവ്, യു ആർ ക്രിയേറ്റിംഗ് എ സോർട്ട് ഓഫ് ഇന്നോവേഷൻ വിച്ച് വിൽ അട്രാക്ട് പീപ്പിൾ ടു യുവർ ബിസിനസ്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ഇൻസെന്റീവ്. ഒരു സ്ട്രോങ് പ്ലെയർ ഉണ്ടെന്നുള്ളത് ഒരു നെഗറ്റീവ് ഇൻസെന്റീവ് ആണ്. അതിനെ മറികടക്കാൻ യു ആർ യൂസിങ് ഇന്നോവേഷൻ. ഇനി പോസിറ്റീവ് ഇൻസെന്റീവ്സ് നമുക്ക് നോക്കാം. പോസിറ്റീവ് ഇൻസെന്റീവ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിയർ ഇറ്റ് സേസ് ലാക്ക് ഓഫ് ഫണ്ടിങ് അവൈലബിലിറ്റി ത്രൂ കൺവെൻഷണൽ മീൻസ്. സാധാരണ രീതിയിലുള്ള ഫണ്ടിങ് അവന്യൂസ് ഇല്ലാതെ വരിക, അതേസമയം അൺകൺവെൻഷണൽ ഫണ്ടിങ് മെക്കാനിസംസ് അവൈലബിൾ ആവുക. ഒരു എക്സാമ്പിളാണ് വെഞ്ചർ ക്യാപിറ്റൽ. അല്ലെ, പുതിയ അൺടെസ്റ്റഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന ഫണ്ടിങ് മെക്കാനിസമാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പ്രൈവറ്റ് പ്ലെയേഴ്സും ഉണ്ട്, നോട്ട് ഗവൺമെന്റ്, പ്രൈവറ്റ് പ്ലെയേഴ്സ് ആർ ഓൾസോ ദെയർ. അപ്പോൾ ഇവിടുത്തെ ഇൻസെന്റീവ് എന്താണ്? ലാക്ക് ഓഫ് ഫണ്ട്സ്. ഒരു കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് ഇതുവരെ നടപ്പിലാക്കാത്ത ഒരു ടെക്നോളജി, ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു ബിസിനസ് മോഡൽ പരീക്ഷിക്കാൻ നിങ്ങൾ ചെല്ലുമ്പോൾ യുവർ കൺവെൻഷണൽ ഫണ്ടിങ് ഏജൻസീസ് will refuse. Then comes your venture funds, venture capitals. They see an opportunity here. Suppose your new business idea clicks and it generates huge profits, they will be able to make tremendous amount of money. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ഇൻസെന്റീവ് ആണ്. ലാക്ക് ഓഫ് ഫണ്ടിങ് അവൈലബിലിറ്റി ത്രൂ കൺവെൻഷണൽ മീൻസ്, ബട്ട് ഫണ്ടിങ് അവൈലബിലിറ്റി ത്രൂ നോൺ കൺവെൻഷണൽ മീൻസ്, ത്രൂ വെഞ്ചർ ക്യാപിറ്റൽ. ദിസ് ഇസ് വൺ വേ. അൺഫുൾഫിൽഡ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ചില പ്രത്യേക രീതിയിലുള്ള സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കുമുള്ള ഡിമാൻഡ് ഇതുവരെ ആരും പൂർത്തീകരിച്ചിട്ടില്ല. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ അവെയർ ഓഫ് എ സർവീസ് കോൾഡ് ഹോം ഓഫീസ് സെറ്റപ്പ്. ഹോം ഓഫീസ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വീട്ടിൽ ജോലി ചെയ്യുന്നതിനല്ല ഉദ്ദേശിക്കുന്നത്. ദർ ആർ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, വെരി ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. സോ ഇൻഫോസിസിന്റെ ഫൗണ്ടേഴ്സ് ആർ വെരി ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. അപ്പോൾ അവരുടെ ദേ ഹാവ് ദെയർ ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് അക്രോസ് ദ ഗ്ലോബ്. പേഴ്സണൽ ഓഫീസാണ്. ഇത്തരം ഇൻവെസ്റ്റ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് they entrust such investments to a particular organization who will take care of their investments across the globe.
one of Infosys founder, who is a Malayali, has got a lot of assets across the globe, all made of hard-earned money. He's got a lot of assets across the globe. ഇതിൽ കുറേയൊക്കെ ലാൻഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറേയൊക്കെ റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഹി ഹാസ് ഇൻവെസ്റ്റഡ് മണി ഇൻ ഷെയർസ് ഓൾസോ. സോ ലോട്ട് ഓഫ് ഡൈവേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം മാനേജ് ചെയ്യാൻ ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ സാധിക്കില്ല. യു വിൽ നോട്ട് ബി ഏബിൾ ടു കീപ് ട്രാക്ക് ഓഫ് എവറിത്തിങ്. റെൻറ്റ്സ് കറക്റ്റ് സമയത്ത് വരുന്നുണ്ടോ നോക്കുക, ആ പ്രോപ്പർട്ടീസിൻ്റെ മെയിൻ്റനൻസ് നടത്തുക, ഷെയർസ് കറക്റ്റ് സമയത്ത് ബൈ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, റിട്ടേൺ ചെയ്യണം, അവരുടെ ഡിവിഡൻസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ട്രേസ് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇതിനാണ് നമ്മൾ പറയുന്നത് പേഴ്സണൽ ഓഫീസ് എന്ന് പറയുന്നത്, പേഴ്സണൽ വെൽത്ത് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സർവീസ് വരെ ഇന്ന് ഓഫർ ചെയ്യപ്പെടുന്നു. സോ ദിസ് ഈസ് എ ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സർവീസ്. ഒരു പ്രത്യേക തരം സർവീസാണ് ഇത്. നമ്മൾക്കൊരു വ്യക്തിപരമായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് കിട്ടുന്ന പോലെ അല്ല. ഞാൻ ഒരു ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ my assets will run into lakhs of crores of rupees. To manage that, I need an exclusive arrangement. അതിനായിട്ട് ഞാൻ ഒരു പ്രത്യേക ഒരു ഫോർമാറ്റ്, ഒരു ഓർഗനൈസേഷൻ തന്നെയാണത്. എൻ്റെ അസറ്റ്സിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ വേണ്ടിയിട്ട്, മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്ക് ആൻഡ് മോർട്ടർ മെയിൻ്റനൻസ് അല്ല, എനിക്ക് കറക്റ്റായിട്ട് അതിൽ നിന്ന് ഇൻകം വരുന്നുണ്ടോ, ഇൻകം വരാത്ത കേസുകൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ടോ, പേയ്മെൻറ്റ്സ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് I am creating a small organization, or I am entrusting to another organization all these things. ഇതൊരു പ്രത്യേക സർവീസാണ്. ദിസ് ഇസ് എൻ ഇന്നോവേറ്റീവ് സർവീസ്. അൺഫുൾഫിൽഡ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. നേരത്തെ ഒരു പക്ഷേ പണ്ട് കാലത്ത് ഇത്രയും അസറ്റ്സ് ഉള്ള ഒരു വ്യക്തി ഇതെല്ലാം നോക്കി കഷ്ടപ്പെട്ട് കാണും. കുറേയൊക്കെ പലരെ ഏൽപ്പിച്ചിട്ട്, ബന്ധുക്കാരെയോ സ്നേഹിതരെയൊക്കെ ഏൽപ്പിച്ച് അതിൽ കുറച്ചു ഭാഗം നഷ്ടപ്പെട്ടു പോയി കാണും. അപ്പോഴാണ് വരുന്നത് പേഴ്സണലൈസ്ഡ് പ്രൊഫഷണൽ സർവീസസ് വരുന്നത്. വി വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ ഓഫ് യുവർ അസറ്റ്സ് ഫോർ എ പെർട്ടിക്കുലർ ഫീ under a particular agreement. അതാണ് an unfulfilled demand for goods and services has now been fulfilled through an innovative service. Next is new technology which creates demands. So suppose ഇപ്പോൾ ഇന്നത്തെ buzzword or something which is creating tremendous excitement is availability of vehicles which run on electric power. Tesla is an example. And Tesla cars are prohibitively expensive. അപ്പോൾ അങ്ങനെ വരുമ്പോൾ you need to buy these vehicles. You cannot buy it on your own maybe. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഫിനാൻസിങ് അറേഞ്ച്മെന്റ്സ് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി വരുന്ന രീതിയിൽ നമ്മൾ ഗവൺമെന്റിനോട് നമ്മൾ ചോദിക്കുന്നു. ഗവൺമെന്റിന്റെ കയ്യിൽ ഇലക്ട്രിക് പവർഡ് വെഹിക്കിൾസിന് സബ്സിഡീസ് ഉണ്ട്. അപ്പോൾ ഇത്തരം പുതിയ ടെക്നോളജി വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഫണ്ടിങ് നടത്തേണ്ട ആവശ്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഫിനാൻഷ്യൽ സർവീസസിൽ മോട്ടോർ വെഹിക്കിൾസിന് മാത്രമേ ഫണ്ടിങ് അവൈലബിൾ ആയിരുന്നുള്ളൂ. So you create an innovative product which will help people purchase electric vehicles also. ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഒരു പുതിയ കാറ്റഗറി അവിടെ വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസെന്റീവ്സ് ഫോർ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ന്യൂ ടെക്നോളജി ഹാസ് ക്രിയേറ്റഡ് ഡിമാൻഡ്സ്. അപ്പോൾ അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യു വിൽ നീഡ് ഫിനാൻഷ്യൽ സർവീസസ്. സോ അനദർ ന്യൂ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, മേ ബി ഗ്രീൻ ഫിനാൻഷ്യൽ സർവീസസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കയറി വരുന്നു. സോ ദിസ് ഇസ് അനദർ ഫാക്ടർ വിച്ച് ഹാസ് ക്രിയേറ്റഡ് എ ട്രെമൻഡസ് സ്കോപ്പ് ഫോർ ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. പിന്നെ മറ്റൊന്നാണ് ഇക്കണോമിക് കണ്ടീഷൻസ് ലൈക്ക് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഓൾസോ ക്രിയേറ്റ് ഇന്നോവേഷൻസ് ആൻഡ് ക്രിയേറ്റ് ഡിമാൻഡ് ഫോർ ഹൈ ഇൻകം ഏർണിംഗ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ്. സോ സപ്പോസ് യു ടേക്ക് എ സിറ്റുവേഷൻ, ഇതൊരു കൺവെൻഷണൽ കാര്യമാണ്. സപ്പോസ് യു ടേക്ക് എ സിറ്റുവേഷൻ വേർ യുവർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ഏർണിംഗ് യു ഓൺലി 4% ഇൻട്രസ്റ്റ്, 5% ഇൻട്രസ്റ്റ്, പീനട്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ആർ ഫോഴ്സ്ഡ് ടു ലുക്ക് ഔട്ട് സൈഡ്. And when you look outside, you find that there are certain avenues which will offer you more interest rates or more returns. So you decide to invest in what? Equities. Shares will invest over a particular range of period of time. You will find that nothing beats equity. Equity gives you a better return over your conventional fixed deposits. But low interest rates have forced you to look outside. Low interest rates are forcing you to look to other sources of income earning financial products. Also to engage in buying and selling of stocks and shares, you will need financial help of a stockbroker. A stockbroker is a financial service institution. Stockbroking is a financial service. So your requirement for a high income earning financial product has resulted in the growth of a financial service called stockbroker. Apidana, incentives for innovation has been one of the important reasons for the growth of financial service. Next is access to global capital. നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ there has been tremendous interest around foreign investment coming into Reliance Jio. Crores and crores of rupees are coming into Reliance Jio, which means foreign capital is flying into our country. സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്ന രണ്ട് രീതിയിലാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത്.
ഒന്ന്, ഈ ഇൻകമിങ് ഫോറിൻ ക്യാപിറ്റലിന് ഇന്ത്യയിലെ സ്ഥാപനങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഇന്ത്യൻ റെഗുലേറ്ററി നോംസിന്റെ ഉള്ളിൽ കൂടെ എവിടെയും പരിക്ക് പറ്റാതെ, പ്രശ്നം പറ്റാതെ ഒരു ഡീൽ സ്ട്രൈക്ക് ചെയ്യാൻ യു വിൽ നീഡ് ഫിനാൻഷ്യൽ സർവീസസ്. യു വിൽ നീഡ് ദ എക്സ്പേർട്ട് അഡ്വൈസ് ഓൺ ഇന്ത്യൻ ലോസ്. യു വിൽ നീഡ് എക്സ്പേർട്ട് അഡ്വൈസ് ഓൺ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എവിടെയും നിങ്ങൾ റൂൾസ് റെഗുലേഷൻസ് തെറ്റിക്കാതെ ഒരു ഡീല് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യു വിൽ നീഡ് ദ ഹെൽപ്പ് ഓഫ് എക്സ്പേർട്സ്. ഫിനാൻഷ്യൽ സർവീസസിൽ എക്സ്പേർട്സിന്റെ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്, അമാൽഗമേഷൻസ് ഇങ്ങനെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ലീഗൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് സ്ഥാപനങ്ങളുടെ എല്ലാം സഹായത്തോടെയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കം ടു അവർ കൺട്രി ആൻഡ് പുട്ട് ദെയർ മണി ഇൻ ഇന്ത്യൻ ഓർഗനൈസേഷൻസ്. ഇതൊന്നും. രണ്ടാമത് മറ്റൊരു രീതി, ഫോറിൻ ഫിനാൻഷ്യൽ സർവീസ് കമ്പനീസ് ദംസെൽസ് കം ടു ഇന്ത്യ. Foreign financial companies themselves come to India, start operations in India, provide financial services to Indian clients. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന മാക്സ് എന്ന് പറയുന്ന കമ്പനി, മാക്സ് ന്യൂയോർക്ക് ലൈഫ് എന്ന് പറയുന്നത് ഇസ് എ ഫോറിൻ ഇൻഷുറൻസ് പ്രൊവൈഡർ. അപ്പോളോ മ്യൂണിക് എന്ന് പറയുന്ന ഇൻഷുറൻസ് സർവീസ് പ്രൊവൈഡർ, ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൾസോ എ ഫോറിൻ കമ്പനി. അപ്പോളോ ഇസ് എൻ ഇന്ത്യൻ ഗ്രൂപ്പ്, their collaborator, their partner is a foreign company. അപ്പോൾ നമ്മൾ കാണുകയാണ് ഇഫ്കോ, ടോക്കിയോ ഇൻഷുറൻസ്. സോ ടോക്കിയോ ഇസ് എ ജാപ്പനീസ് ഇൻഷുറൻസ് മേജർ. ഇത്തരം കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നു ആൻഡ് ദേ സ്റ്റാർട്ട് ഓഫറിംഗ് ഫിനാൻഷ്യൽ സർവീസസ്. അപ്പോൾ രണ്ട് രീതിയിലാണ് ആക്സസ് ടു ഗ്ലോബൽ ക്യാപിറ്റൽ affecting the growth of Indian financial services. One, they will require the help of financial services experts in India to set up or to invest in India. That is one. Point two, they themselves offer financial services in India in collaboration with maybe Indian clients. So this has resulted in the growth of Indian financial services. Then another thing, the reverse is true. When Indian companies go abroad and make investments, they require the help of Indian financial experts. Suppose your company is going into the Middle East, so Lulu is setting up supermarkets. Recently, there was a news article about the Abu Dhabi government's investing arm taking up a stake in Lulu. So, in which case, Lulu being a company which has got strong Indian roots, he will most probably take the help of Indian financial service experts. So when Indian companies go abroad and invest abroad, they will need the help of financial service experts. So access to global capital, or it can work in two ways. When global capital comes to India, when Indian capital goes abroad, it has helped the growth of financial services. Next is legal and regulatory framework. ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ ലോസ് ആൻഡ് റെഗുലേഷൻസിനെ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഏത് കാര്യത്തിനും, ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ, വിൽ റിക്വയർ സർട്ടൻ എമൗണ്ട് ഓഫ് റെഗുലേഷൻ, കൺട്രോൾ. അപ്ലൈസ് ടു ഫിനാൻഷ്യൽ സർവീസസ് ഓൾസോ. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ പല രീതിയിലുള്ള ലോസ് നമുക്ക് കാണാൻ സാധിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഹൗ ടു ഇൻകോർപ്പറേറ്റ് കമ്പനീസ് ഉണ്ട്, ബാങ്ക്രപ്സി ഉണ്ട്, സോൾവൻസി ഉണ്ട്, ഫോറിൻ കറൻസി ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലോസ് വളരെ സ്ട്രിഞ്ചന്റ് ആണെങ്കിൽ, സപ്പോസ് ഇൻ കേസ് ഓഫ് ബാങ്ക്രപ്സി, നിങ്ങൾ ബാങ്ക്രപ്റ്റ് ആക്കാൻ 6 മാസത്തെ സാവകാശം പോലും റീപേയ്മെന്റുകൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ബി ഡിക്ലെയർഡ് ഇമ്മീഡിയറ്റ്ലി ബാങ്ക്രപ്റ്റ്. നിങ്ങളുടെ പേയ്മെന്റ് ഡ്യൂ ആയി, നിങ്ങൾക്ക് 2 മന്ത്സിന് നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ബാങ്ക്രപ്റ്റ് ആയി ഡിക്ലെയർ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇഫ് യു ഹാവ് വെരി സ്ട്രിഞ്ചന്റ് നോംസ്, ഇഫ് യു ഹാവ് വെരി വെരി ടഫ് റൂൾസ്, then naturally the flow of capital to the country will come down. Businesses will be reluctant to set base in India. Then there will be no reason for growth of Indian financial services. Adesamayam, the reverse of that is true. You have slightly liberal policies at the same time which doesn't hurt the common man, or which doesn't appear insensible. നമുക്ക് ന്യായമായ രീതിയിലുള്ള ലോസും റൂൾസും ആണെങ്കിൽ, then of course financial services companies will come to India. റീസണബിൾ ലോസ് ആണ് നമുക്കുള്ളത്, വിച്ച് ആർ കൺവെൻഷനലി അഗ്രിയബിൾ പാറ്റേൺസിലുള്ള ലോസ് ആണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ, ലോട്ട് ഓഫ് ഫോറിൻ ബിസിനസ്സസ് മേ കം ടു ഇന്ത്യ. Indian businessmen themselves will not be reluctant to set up organizations, all of which will require financial services. It will lead to the growth of financial services. On the other hand, if your laws are very strict, then the possibilities for growth of business is low, which will lead to low growth of financial services. If you have strict laws, then the possibility of growth of financial services is less. ഇനി റെഗുലേഷൻസ്, പലപ്പോഴും പല രാജ്യങ്ങളിലും നമ്മൾ പോകുമ്പോൾ പല രീതിയിലുള്ള റെഗുലേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. റെഗുലേഷൻസ് പലപ്പോഴും are done by the central bank of the country. The central bank of the country decides to have very tough regulations like sectoral credit policy.
സോ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സർവീസ് ബിസിനസ്സുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നത് is minimized. The government says that of a particular annual calculation, only 10% of credit should be given to service business എന്ന് പറയുന്നത് വിചാരിക്കുക. ഒരു വർഷത്തെ ടോട്ടൽ ലോൺ ഡിസ്പേഴ്സൽസിന്റെ 10% മാത്രമേ സർവീസ് ബിസിനസ്സിന് കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ നാച്ചുറലി യുവർ സർവീസ് ബിസിനസ് വിൽ സഫർ. സർവീസ് ബിസിനസ് നടത്താൻ താല്പര്യമുള്ള ഒരാൾക്ക് ഒരു ബാങ്കിൽ ചെന്ന് ലോൺ ചോദിക്കുമ്പോൾ, ബൈജൂസ് പോലെ ഒരു കമ്പനി പോലെ തുടങ്ങാൻ വേണ്ടി ഒരാൾ ബാങ്കിൽ ചെന്ന് ലോൺ ചോദിക്കുമ്പോൾ ബാങ്ക് പറയാണ് ഈ വർഷത്തെ ആനുവൽ ഡിസ്പേഴ്സൽ ഈസ് 1000 crores, അതിന് 10% മാത്രമേ തരാൻ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സോറി വി ആർ നോട്ട് ഏബിൾ ടു ഹെൽപ്പ് യു. ഞങ്ങൾ ആ 10% ഓൾറെഡി വേറെ ചില ബിസിനസ് കൊടുത്തു കഴിഞ്ഞു. സോ ദർ ഇസ് സെക്ടറൽ ക്രെഡിറ്റ് പോളിസി ഈസ് അഡ്വേഴ്സ്ലി അഫക്റ്റിംഗ് മീ. സർവീസ് ബിസിനസിന് കൊടുക്കാൻ പറ്റില്ല, സർവീസ് സെക്ടറിന് ലോൺസ് കൊടുക്കാൻ പറ്റില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞു. ഇസ് അഡ്വേഴ്സ്ലി അഫക്റ്റിംഗ് മീ. Then reserve ratios. Government says all banks have to maintain very high credit reserve ratio. നിങ്ങളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ്സിന്റെ 80% നിങ്ങൾ ക്രെഡിറ്റ് ആയിട്ട്, നിങ്ങളുടെ ടോട്ടൽ റിസർവ്സിന്റെ 80% നിങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ട് സൂക്ഷിക്കണം, ബാക്കി 20% കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് എവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കും? കോമ്പോസിഷൻ ഓഫ് ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ. നിങ്ങളുടെ ഒരു ലീഗൽ നോക്കുമ്പോൾ, നമ്മൾ ലീഗൽ ടേംസ് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, പിന്നെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസിന് ഹൈ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് വരുന്നത്. നിങ്ങൾ കുറച്ച് പ്രോപ്പർട്ടി വാങ്ങിച്ചിടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് എക്സസീവ്ലി ഹൈ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഷെയർസ് ഉണ്ടാകും, ജ്വല്ലറി ഉണ്ടാകും, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാകും, പ്രോപ്പർട്ടി ഉണ്ടാകും, അങ്ങനെ പലത് ചേരുന്നതാണ് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ. സോ യു അണ്ടർസ്റ്റാൻഡ്, യു ഡിസൈഡ് ടു ഇൻവെസ്റ്റ് ഇൻ ലാൻഡ്, ബട്ട് ദെൻ യു അണ്ടർസ്റ്റാൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ആർ എക്സസീവ്ലി ഹൈ, സോ യു ഡിസൈഡ് നോട്ട് ടു ഇൻവെസ്റ്റ് ഇൻ ലാൻഡ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ രജിസ്ട്രേഷൻ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ്, ബ്രോക്കറേജ് സർവീസസ്, ഇവർക്കൊന്നും റോളില്ലാതാവുകയാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ RBIയുടെ ഇത്തരം റെഗുലേഷൻസ് ഓൺ സെക്ടറൽ ക്രെഡിറ്റ് സപ്ലൈ, റിസർവ് റേഷ്യോസ്, ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോസിനെ ബാധിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ വിൽ ഓൾ അഫക്ട് ഫിനാൻഷ്യൽ സർവീസസ്. എത്ര കണ്ട് ബിസിനസ്സിന് അൺഫ്രണ്ട്ലി ആകുന്ന രീതിയിലുള്ള റെഗുലേഷൻസ് ആണ് വരുന്നത്, അത്ര കണ്ട് ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ള സാധ്യത കുറയും, ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താനുള്ള സാധ്യതകൾ കുറയും. അതനുസരിച്ച് തന്നെ ഫിനാൻഷ്യൽ സർവീസസിന്റെ ആവശ്യകതയും കുറയും. ഇതാണ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അഫക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. Point 12 refers to financial infrastructure. ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നിലവിലുള്ള ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് സെറ്റിൽ ചെയ്യാനുള്ള മെക്കാനിസത്തിന്റെ സ്ട്രെങ്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇഷ്യൂസ് വിൽ ബി ദർ. ഏത് കാര്യത്തിലാണ് നമുക്ക് ഇഷ്യൂസ് ഇല്ലാത്തത്? എനിത്തിങ് ഇൻ ലൈഫ് വിൽ ഹാവ്, എനി സ്റ്റേജ് ഇൻ ലൈഫ് ഓർ എനി പ്രോബ്ലം, എനി പേഴ്സൺ ഇൻ ലൈഫ് വിൽ ഹാവ് പ്രോബ്ലംസ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഫിനാൻഷ്യൽ സെക്ടർ ഇസ് നോ എക്സെപ്ഷൻ, ഫിനാൻഷ്യൽ സർവീസസ് ആർ നോ എക്സെപ്ഷൻ. ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യാൻ, അതിൽ കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ് പറയാൻ, നമുക്ക് അപ്പീൽ ചെയ്യാൻ ഒക്കെയുള്ള ഒരു സ്ട്രോങ് മെക്കാനിസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ സർവീസസിന്റെ ഗ്രോത്തിനെ സഹായിക്കും. ബിക്കോസ് ദർ വിൽ ബി ട്രെമൻഡസ് amount of investor confidence. Depending upon investor confidence, will new businesses happen. Based on new businesses coming in, the demand for financial services will grow. Suppose you have a very poor dispute resolution mechanism, no proper mechanism for dispute resolution. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നൊരു ഇൻവെസ്റ്റർ, say your Walmart decides to come to India and then he finds that കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും പല കേസുകളിലും പെട്ടിരിക്കുകയാണ്. Will he come to India? He will not come to India. But when he looks into India and finds that overall there is a good picture, there is a fair investor grievance redressal mechanism, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ഫെയർ ആയിട്ട് റിസോൾവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട് എന്ന് അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ he will come to India and set up business. When he comes to India to set up business, naturally there will be a set of financial services growing around that. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടെക്നോളജി ഇംപ്രൂവ്മെന്റ്സ്. Slightly large topic, you have 3 more points to go. Technology improvements. ടെക്നോളജിയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് കാര്യവും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻഫർമേഷൻ റെഡിലി അവൈലബിൾ ആണ്. സപ്പോസ് യു ഡിസൈഡ് ടു ബൈ സ്റ്റോക്സ് ആൻഡ് ഷെയർസ്, യു വിൽ ഹാവ് എ വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റോക്സ് ആൻഡ് ഷെയർസ് കമ്മിങ് ഇൻ. പല സ്ഥലത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ക്ലിക്ക് ഓഫ് എ ബട്ടൺ, പേയ്മെന്റ്സ് ആർ ഡൺ. നിങ്ങൾക്ക് ഷെയർ വാങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പേയ്മെന്റ് നടത്താൻ വെരി ഈസിലി യു ക്യാൻ ഡു ഇറ്റ് ത്രൂ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. നിങ്ങൾ ഷെയർ വിറ്റു, നിങ്ങൾക്ക് പൈസ വന്നോ ഇല്ലയോ എന്നറിയാൻ വെരി ഈസിലി യു ക്യാൻ ചെക്ക് യുവർ സ്റ്റേറ്റസ്. സോ എവറിത്തിങ്
has grown to a stage where you are able to understand things very easily. Technology has grown to such an extent that things are transparent, things move fast, and things are done very efficiently. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ യു ആർ കംഫർട്ടബിൾ വിത്ത് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ് ആൻഡ് ഷെയർസ്. സ്വാഭാവികമായിട്ട് സ്റ്റോക്സ് ആൻഡ് ഷെയർസിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ ഒരു അഡ്വൈസ് ഹെൽപ്പ് എല്ലാം വേണ്ടി വരുന്നു, വിച്ച് ഇസ് എ ഫിനാൻഷ്യൽ സർവീസ്. സോ ദ ഗ്രോത്ത് ഓഫ് ടെക്നോളജി വിച്ച് ഹാസ് റിസൾട്ടഡ് ഇൻ simplicity, more investor confidence has resulted in the growth of financial services. Point 14 refers to customer demographics. Demographics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട സ്റ്റഡീസിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. കസ്റ്റമർ ഡെമോഗ്രാഫിക്സ് അനുസരിച്ച് ഫിനാൻഷ്യൽ സർവീസസ് മാറിക്കൊണ്ടേയിരിക്കുന്നു. കസ്റ്റമേഴ്സ്, സീനിയർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് tend to take less riskier investments, and you have investors with belong to younger age groups going in for more riskier investments. Their risk profile is very high. They are looking for higher earnings. They are willing to take risks because their earning life is more, like earning lifespan is more. അതേസമയം ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ he may not be willing to take such risks. അപ്പോൾ കസ്റ്റമറുടെ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ, ഏജ് പ്രൊഫൈൽ അനുസരിച്ച് customers need to be served different financial products, different financial services. For instance, ladies may have a different insurance profile, right, than gents. Gents have to pay higher insurance premium compared to ladies because obviously they are subject to more risks when they work. ഇതാണ് പൊതുവെ കാണുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കസ്റ്റമർ ഡെമോഗ്രാഫിക്സ്, for another thing is that when you are a very senior citizen, to get insurance you need to pay huge amounts of money. Maybe you may not get insurance at all. അതേസമയം there are certain companies which specialize in giving insurance for senior people. അപ്പോൾ കസ്റ്റമറുടെ അല്ലെങ്കിൽ പോപ്പുലേഷന്റെ ഡെമോഗ്രാഫിക് ഡീറ്റെയിലിംഗ് അനുസരിച്ച് financial services need to be rolled out. So if you have a very young population, if a country has a very young population, then naturally the demand for financial services will be more. Stocks and shares പോലത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇൻഷുറൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, a younger population creates more demand, more growth for financial services. Point 15, changes in customer needs. This I think we have discussed before. As customers move up their career, or as customers move up their careers or social life or social status, their demands will vary. So a person who started off taking a loan for a two-wheeler, we understand that as he progresses in life, his demands become more. He will soon start asking for a loan for buying a motor car. Then he will set up a house for which he will require a housing loan. Then he will have children post his marriage. Then slowly he will start asking for an education loan. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, as customers move up their family cycle, as customers move up their social status, their demands keep on increasing. ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാതിരുന്ന ഒരു കസ്റ്റമർ, ആദ്യകാലങ്ങളിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥി, ടേക്ക് ദ കേസ് ഓഫ് എ സ്റ്റുഡന്റ് ലൈക്ക് us, ബാങ്കിൽ നിന്ന് പോയി എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ചു, എഞ്ചിനീയറിങ്ങോ മെഡിസിനോ എന്തൊക്കെയോ പാസ്സായെന്ന് വിചാരിക്കുക, ആൻഡ് ദെൻ ഹി ഗെറ്റ്സ് പ്ലേസ്ഡ് ഇൻ എ highly paid job. So he has a requirement for credit cards. Right. You see the transition from being a debtor to a bank. He is now asking for credit cards, and people are queuing up his door to give him credit cards because he has got a substantially high income. അതാണ് നമ്മൾ പറയുന്നത് ചേഞ്ചസ് ഇൻ കസ്റ്റമർ നീഡ്സ്. കസ്റ്റമറുടെ ആവശ്യങ്ങൾ മാറുന്നതനുസരിച്ച് ഫിനാൻഷ്യൽ സർവീസസ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഡിമാൻഡ് ഫോർ ഫിനാൻഷ്യൽ സർവീസസ് പിക്സ് അപ്പ് in relation to customers moving up their family cycle or moving up the social value chain. Point 16, which is the last point here, is a revolution in banking sector. Liberalization ശേഷം വളരെയധികം പുതിയ ബാങ്കുകൾ വന്നു. ഈ വന്നിരിക്കുന്ന ബാങ്കുകൾ have taken the banking sector by storm in the way they operate, the way their offices are laid out, the way they deal with customers, the way their services are offered. ബാങ്കിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പണ്ടൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ യു നീഡ് എ റെഫറൻസ് ലെറ്റർ, യു നീഡ് ടു ഗെറ്റ് എ ലെറ്റർ ഓഫ് കസ്റ്റമേഴ്സ് ഓൾറെഡി ദർ ഡെപ്പോസിറ്റ്. അവിടെ അത് മാറിക്കഴിഞ്ഞു. സോ ട്രെമൻഡസ് ചേഞ്ചസ് ഇൻ ദ ബാങ്കിങ് സെക്ടർ. പുതിയതായി വന്ന ബാങ്കുകൾ ദേ ഓഫർ ഡൈവേഴ്സ് സർവീസസ്. ഇപ്പൊക്കെ നമ്മൾ കാണുന്നു, അല്ലേ, നമ്മൾ കാണുന്നു ബാങ്ക്സ് ആർ ഓഫറിംഗ്
tremendous amounts of services, merchant banking services, investment advice, portfolio management, what not. NRI services, ഇൻഷുറൻസ് സർവീസസ്, എന്തെല്ലാം സർവീസസ് ആണ് ബാങ്ക്സും അവയുടെ സബ്സിഡറീസും നമുക്ക് ഓഫർ ചെയ്യുന്നത്. അത് മാത്രമല്ല ട്രമെൻഡസ് ഫ്രീഡം ഓഫ് ഓപ്പറേഷൻ. റിസർവ് ബാങ്കിന്റെ അനുവാദത്തോടെ എവിടെ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ബാങ്ക്സിന് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദേ ഹാവ് റെവല്യൂഷനൈസ്ഡ് ദ ബാങ്കിങ് സെക്ടർ. ദ എൻട്രി ഓഫ് പ്രൈവറ്റ് ബാങ്ക്സ് ഹാസ് റെവല്യൂഷനൈസ്ഡ് ദ ബാങ്കിങ് സെക്ടർ. ബാങ്കുകൾ ഇത്തരത്തിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള സർവീസസ് ഓഫർ ചെയ്യാൻ തുടങ്ങിയതോടെ the demand for financial services also picked up. Investment advice കൊടുക്കുന്നു, ആളുകൾ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, they require investment advice. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സർവീസ് സെക്ടർ ഓപ്പൺ അപ്പ് ചെയ്തു. മെർച്ചന്റ് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസസ് വേണ്ടി വരുന്നു, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇത്തരം സർവീസസ് ബാങ്ക്സ് ഓഫർ ചെയ്യാൻ തുടങ്ങി. ഓൾ ദീസ് റെവല്യൂഷനൈസ്ഡ് ദ ഫിനാൻഷ്യൽ സെക്ടർ ഇൻ ദ കൺട്രി. ബാങ്കുകളുടെ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ അറൈവൽ has created tremendous growth for financial services. So these are the next 8 set of points, reasons for the growth of financial services in India. Point 9, incentives for innovation. 10, it's access to global capital. 11, legal and regulatory framework. 12, financial infrastructure. 13, technology improvements. 14, customer demographics. 15, changes in customer needs. And the last, revolutions in banking sector. In our next class, we move to the different types of financial services. I think we will start off with hire purchase. So until we meet again, goodbye. Thanks.